പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 3 കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഏത് എക്സാം എടുത്ത് നോക്കിയാലും അവിടെ കറണ്ട് അഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Which state stood in the top list with the highest consultation through eSanjeevani and eSanjeevani OPD platforms? eSanjeevani OPD പ്ലാറ്റ്ഫോമുകളിലൂടെ ഏറ്റവും അധികം കൺസൾട്ടേഷനുകൾ നേടിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 2,90,770 കൺസൾട്ടേഷൻസ് ആണ് eSanjeevani പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയത്. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ദേശീയ ടെലിമെഡിസിൻ സംരംഭമായ eSanjeevani 2020 ഡിസംബർ 2 9 ലക്ഷം കൺസൾട്ടേഷനുകളാണ് പൂർത്തിയാക്കിയത്. ഇതിൽ തമിഴ്നാട് ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ ഉത്തർപ്രദേശ്, അതിനുശേഷം കേരള 60,401 കൺസൾട്ടേഷൻസ്, തൊട്ടുപുറകെ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര. What is the name of the test that is not required by Indian law for honey that is being marketed locally but it is needed for export? തേനിനെ പ്രാദേശികമായി വിപണനം ചെയ്യുന്നതിന് ഇന്ത്യൻ നിയമം ആവശ്യമില്ലാത്തതും എന്നാൽ കയറ്റുമതിക്ക് ആവശ്യമുള്ളതുമായ ടെസ്റ്റിൻ്റെ പേര്? NMR ടെസ്റ്റ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന ടെസ്റ്റ് ആണ് പ്രാദേശികമായിട്ട് ആവശ്യമില്ലാത്തതും എന്നാൽ കയറ്റുമതിക്കും വേണമെന്നുള്ള ടെസ്റ്റ്. NMR പരിശോധനയ്ക്ക് തന്മാത്ര തലത്തിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഘടന നിർണ്ണയിക്കാൻ കഴിയും. ഇന്ത്യയിൽ തേൻ ഉൽപ്പാദകർക്ക് പ്യുവർ ഹണി എന്ന ലേബൽ വെക്കണമെങ്കിൽ 18ഓളം പാരാമീറ്റേഴ്സ് പാലിക്കണം. ഇന്ത്യ ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് 100-octane premium petrol which will be marketed in which brand? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ പുറത്തിറക്കി. ഏത് ബ്രാൻഡിലാണ് വിപണനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? XP100. യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ 2020 ഡിസംബർ 1 തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ ലോഞ്ച് ചെയ്തു. ആദ്യഘട്ടത്തിൽ ദേശീയ തലസ്ഥാനം ഉൾപ്പെടെ രാജ്യത്തെ 10 നഗരങ്ങളിൽ ഈ പെട്രോൾ ലഭ്യമാകും. India's seriousness on climate change. The implementation of the Paris Agreement AIPA will be under the chairmanship of which ministry? കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഗൗരവം പാരീസ് കരാർ നടപ്പിലാക്കൽ ഏത് മന്ത്രാലയത്തിൻ്റെ അധ്യക്ഷതയിലായിരിക്കും? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, MOEFCC. According to the World Malaria Report 2020, which is the only high endemic country that has reported a decline of 17.6% in 2019 as compared to 2018. വേൾഡ് മലേറിയ റിപ്പോർട്ട് 2020 അനുസരിച്ച് 2018 അപേക്ഷിച്ച് 2019 17.6% ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം ഇന്ത്യ. ടോട്ടൽ മലേറിയ കേസിൽ 20 മില്യൺ കേസുകൾ ഉള്ള ഇന്ത്യ 6 മില്യണിലേക്ക് കുറയ്ക്കാൻ സാധിച്ചു. 2000 മുതൽ 2019 നോക്കുമ്പോൾ 71.8% മലേറിയ കേസുകൾ കുറയ്ക്കാനും 73.9% മലേറിയ ആയിട്ടുള്ള മരണം കുറയ്ക്കാനും സാധിച്ചു. ആഫ്റ്റർ എ 3 decade, which country has started to import rice again from India? 3 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് വീണ്ടും അരി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യ റൈസ് എക്സ്പോർട്സിൽ
ഇന്ത്യ ഈസ് ദ വേൾഡ് ബിഗസ്റ്റ് റൈസ് എക്സ്പോർട്ടർ. ചൈന ബിഗസ്റ്റ് ഇമ്പോർട്ടറുമാണ്. തായ്ലൻഡ്, വിയറ്റ്നാം, മ്യാൻമാർ, പാകിസ്ഥാൻ ആണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തിരുന്നത്. ദി ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ അനൗൺസ്ഡ് ദി വിന്നേഴ്സ് ഓഫ് ദി ഇൻഫോസിസ് പ്രൈസ് 2020 ഓൺ 2 December 2020. 2020 ഡിസംബർ 2 ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ഇൻഫോസിസ് പ്രൈസ് 2020 വിജയികളെ പ്രഖ്യാപിച്ചു. ഇതിൽ 6 കാറ്റഗറീസാണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ലൈഫ് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്. ഹരി ബാലകൃഷ്ണൻ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ, പ്രാച്ചി ദേശ്പാണ്ഡെ ഹ്യൂമാനിറ്റീസിലും, രാജൻ ശങ്കർ നാരായണൻ ലൈഫ് സയൻസിലും, സൗരവ് ചാറ്റർജി മാത്തമാറ്റിക്കൽ സയൻസിലും, അരിന്ദം ഘോഷ് ഫിസിക്കൽ സയൻസിലും, രാജ് ചെട്ടി സോഷ്യൽ സയൻസിലും അവാർഡിന് ജേതാക്കളായി. Which footballer has becomes the first player to make 100 appearance in the Indian Super League? ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 100 മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ കളിക്കാരനായി മാറിയ ഫുട്ബോൾ കളിക്കാരൻ മണ്ടാർ റാവു ദേശായി. മുംബൈ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന മണ്ടാർ റാവു ദേശായി 100 മത്സരങ്ങളിൽ പങ്കെടുത്ത് ആദ്യ കളിക്കാരനായിട്ട് മാറിയ ഫുട്ബോൾ പ്ലെയറായി. കായികരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.